നമസ്കാരം. ഈ അടുത്തിടയ്ക്കാണ് UAE-യിൽ 200 കോടിയുടെ ലോട്ടറി എത്തിയത്. സ്വദേശികളും പ്രവാസികളും ഒരുപോലെ ആവേശത്തിലായിരുന്നു. എന്നാൽ UAE ലോട്ടറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ സ്വദേശികളും വിദേശികളും ഒന്നും ചെന്ന് ചാടാതിരിക്കാൻ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. UAE-യിൽ 3 ഓപ്പറേറ്റർമാർക്ക് മാത്രമേ ലോട്ടറിയും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തുന്നതിനുള്ള ലൈസൻസ് നൽകിയിട്ടുള്ളൂവെന്നും മറ്റാർക്കും ഇതിന് അനുവാദമില്ലെന്നും നിർദ്ദേശത്തിലുണ്ട്. UAE ലോട്ടറിക്കായി പ്രവർത്തിക്കുന്ന ദ ഗെയിം LLC ആണ് രാജ്യത്തെ ഏക ലോട്ടറി ലൈസൻസ് ഉള്ള സ്ഥാപനം. GCGRA റെഗുലേറ്ററി ചട്ടക്കൂടിന് കീഴിൽ അനുവദനീയമായ ഒരേയൊരു ലോട്ടറി ലൈസൻസ് സ്ഥാപനവും ഇതാണെന്നാണ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെയുള്ള ചില ലോട്ടറി പ്രവർത്തനങ്ങൾ തുടരാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ഈ ചട്ടക്കൂടിൽ ഏകദേശം 30 വർഷമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബിഗ് ടിക്കറ്റ്, ദുബായ് ഡ്യൂട്ടി ഫ്രീ എന്നീ എയർപോർട്ട് ലോട്ടറികൾക്കും GCGRAയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനം തുടരാൻ അനുമതിയുണ്ട്. ഇവയല്ലാതെ നിലവിലുള്ള മറ്റൊരു ലോട്ടറിക്കും പ്രവർത്തനങ്ങൾ തുടരാൻ അനുവാദമില്ലെന്നും അവയെല്ലാം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ലോട്ടറി, വാണിജ്യ ഗെയിമിംഗ് ഓപ്പറേറ്ററുമായി ബിസിനസ് ചെയ്യുന്നത്, ഇവയെല്ലാം ഗെയിമിംഗിൽ ഏർപ്പെടുന്നതും അപകടകരമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 100 മില്യൺ ദിർഹത്തിന്റെ ജാക്ക്പോട്ട് വാഗ്ദാനം ചെയ്യുന്ന UAE ആദ്യ ലോട്ടറി ഓപ്പറേഷൻ നവംബറിൽ ഔദ്യോഗികമായി ആരംഭിച്ചിരുന്നു. ഉദ്ഘാടന തത്സമയ നറുക്കെടുപ്പ് ഡിസംബർ 14-നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബിഗ് ടിക്കറ്റ് ദശലക്ഷക്കണക്കിന് ദിർഹം മൂല്യമുള്ള ഗ്രാൻഡ് പ്രൈസുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ നറുക്കെടുപ്പ് ഇതുവരെ 30 ദശലക്ഷം ദിർഹം 2025 ജനുവരിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ദുബായ് ഡ്യൂട്ടി ഫ്രീ ആവട്ടെ 5000-ൽ ഒരാൾക്ക് 10 ദശലക്ഷം ദിർഹം നേടാനുള്ള അവസരവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പുതിയ നിയമം നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചില ഓപ്പറേറ്റർമാർ GCGRAയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് 2024 ജനുവരി 1 മുതൽ UAE-യിൽ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിയിരുന്നു. ഇതിനു പുറമെ 2 ഓപ്പറേറ്റർമാരും ദേശീയ ലോട്ടറി ലൈസൻസിനായി അപേക്ഷിച്ചെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ലൈസൻസ് ഇല്ലാത്ത ഒരു ഓപ്പറേറ്റർമാരുമായി കളിക്കാനോ ബിസിനസ് ചെയ്യാനോ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താക്കൾ സാമ്പത്തിക നഷ്ടം, തട്ടിപ്പിനിരയാവൽ, സ്വകാര്യ ഡേറ്റ മോഷണം, ദുരുപയോഗം, ഉയർന്ന അപകട സാധ്യത, സൈബർ സുരക്ഷാ ഭീഷണികൾ, നിയമ നടപടികൾ കൈക്കൊള്ളാനാവാത്ത സ്ഥിതി തുടങ്ങിയവയെല്ലാം നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. UAE-യിലെ വാണിജ്യ ഗെയിമിംഗിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഫെഡറൽ അതോറിറ്റിയാണ് GCGRA. ഇത് UAE-യിലെ എല്ലാ വാണിജ്യ ഗെയിമിംഗ് പ്രവർത്തനങ്ങളും സൗകര്യങ്ങളും നിയന്ത്രിക്കുകയും ലൈസൻസ് നൽകുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കുമായി വാണിജ്യ ഗെയിമിംഗ് ലൈസൻസുകൾ നൽകാൻ അധികാരമുള്ള ഏക സ്ഥാപനമാണിത്. സ്വദേശത്തും വിദേശത്തും തട്ടിപ്പിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.